ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷംനാസ് കിച്ചൺ. ഇന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു വെജിറ്റബിൾ വെച്ചിട്ടുള്ള ജ്യൂസാണ് റെഡിയാക്കുന്നത്. സാധാ ഈ വെജിറ്റബിൾ വെച്ചിട്ട് നമ്മൾ കറിയാണ് റെഡിയാക്കാറ്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ജ്യൂസാണ് റെഡിയാക്കിയെടുക്കുന്നത്. ഇത് ചിരങ്ങ, ഞങ്ങളുടെ നാട്ടിൽ ചിരങ്ങ എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ളത്ര കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ സാധാ കറിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റണം. കഴുകിയതിന് ശേഷം തൊലിയൊക്കെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല മൂപ്പായ ചിരങ്ങയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ്സും കൂടി നമ്മൾ കളയണം. അപ്പോൾ ഇത് കുറച്ച് മൂപ്പ് കുറഞ്ഞ ചിരങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് ഒന്നും കളയുന്നില്ല. ഞാൻ മുഴുവനായിട്ട് ഈ ഒരു ജ്യൂസിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കറിക്ക് ചെയ്യുന്ന പോലെ നല്ല ചെറിയ പീസൊന്നും ആക്കണ്ട, കുറച്ച് വലുതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് അതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് വെന്ത് വരാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഈ ടൈമിൽ നമ്മൾ ഇതിലേക്കുള്ള കസ്കസ് ഒന്നും കുതിർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂണോളം കസ്കസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നമ്മൾ സാധാ വെള്ളം കലക്കുന്നതിലൊക്കെ ഇടുന്ന കസ്കസാണ് സബ്ജ സീഡ്സ്, സിയാർ സീഡ്സ് എന്നൊക്കെ പറയാറുള്ള കസ്കസ്. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് റെഡിയാക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ടൈം ആയപ്പോഴേക്കും തന്നെ നമ്മുടെ ചിരങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. നന്നായിട്ട് ചൂടാറണം. നമ്മൾ ജ്യൂസ് റെഡിയാക്കണമെങ്കിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ജ്യൂസ് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം വലിയ 8 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാവും കേട്ടോ, ഇത്രയും ചിരങ്ങ എടുത്താൽ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ കുറച്ചുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട, അത്യാവശ്യം നല്ലോണം ജ്യൂസ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് നല്ല തിക്കായിട്ടുള്ള നല്ല ഫ്രീസാക്കി എടുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാവുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുള്ളൂ, കുറയൂല. ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ജ്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിന് പുറമെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത് ഈ ജ്യൂസ് എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് ആയിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ ചിരങ്ങ കറി വെക്കുമ്പോൾ അത്ര തിക്കായിട്ടുള്ളതൊന്നല്ല കിട്ടൽ, വെള്ളം പോലെയാണ് ഉണ്ടാവാറ്. പക്ഷേ ജ്യൂസ് അടിക്കുമ്പോൾ ഈ ചിരങ്ങ സൂപ്പർ തിക്കാണ് കേട്ടോ. ഇളനീൻ്റെ ജ്യൂസൊക്കെ പോലെയാണ് ഈ ഒരു ജ്യൂസ് അടിച്ചെടുത്തപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റംസാൻ മാസം ആകുമ്പോൾ മിക്ക വീടുകളിലും ചിരങ്ങ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിത് മൊത്തം അരിച്ചെടുക്കുന്നുണ്ട്. നമ്മളിത് വേവിച്ചെടുത്താലും അതിൻ്റെ ആ തൊലിൻ്റെ ഫസ്റ്റ് ഭാഗമില്ലേ, അവിടെ കുറച്ച് കട്ടി ഉണ്ടാവും. അതൊന്ന് അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും കുറച്ച് ഇങ്ങനെ വേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ മിക്സിയിൽ ഇനി മൊത്തത്തിൽ അരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഇത്രയാണ് അരിഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും തിക്കായതുകൊണ്ട് തന്നെ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വലിയ ഐസ് പീസുകൾ തന്നെ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തണുത്താൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഇളനീൻ ജ്യൂസ് പോലത്തെ ഒരു ജ്യൂസാണ് കിട്ടിയത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഫ്ലേവറോ അതുപോലെ തന്നെ ടേസ്റ്റോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ സാധാ ഒരു ഇളനീൻ്റെ വെള്ളം കുടിക്കുന്ന പോലെ നല്ല തിക്കായിട്ടുള്ളൊരു വെള്ളമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു കളർ ചേഞ്ചും അതുപോലെ തന്നെ ചെറിയൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് പിസ്തൻ്റെ എലഞ്ചി എസൻസാണ് ചേർത്തത്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ടുള്ള പിസ്തൻ്റെ ജ്യൂസ് കുടിക്കും പോലെ ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത കസ്കസൂടിയും ചേർത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ കസ്കസൂടി ചേരുമ്പോൾ വേറൊരു ലെവലിലേക്കാണ് കേട്ടോ ഈ ജ്യൂസ് പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ പിസ്ത ചേർത്തതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള പിസ്ത ജ്യൂസ് കുടിക്കുന്ന പോലെ. അപ്പോൾ നല്ല തിക്കായിട്ട് ഉണ്ടാവാറില്ലല്ലോ, പിസ്ത ജ്യൂസ് ആണെങ്കിൽ നല്ല വെള്ളം പോലെ ഒരു പച്ച കളറിൽ, അത്രയേ ഉള്ളൂ.
ഇതങ്ങനെയല്ല, നല്ല തിക്കായിട്ടുള്ള പിസ്തൻ്റെ ഫ്ലേവറിൽ വരുന്നൊരു ജ്യൂസായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സേവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് കളറൊന്നുമില്ല കേട്ടോ, ലൈറ്റ് ഒരു ഗ്രീൻ കളറുള്ളായിരുന്നു, അത്ര പച്ച കളറൊന്നും ആയിട്ടില്ല, ലൈറ്റ് ഒരു കളറ്, പക്ഷേ ലൈറ്റ് ഒരു പിസ്തൻ്റെ ഫ്ലേവറും നല്ല തിക്കായിട്ടുള്ള ജ്യൂസും. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കസ്കസ് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലും നിങ്ങൾ അയ്യേന്ന് പറയൂല, അത്രയും ടേസ്റ്റ് ഉണ്ട്. ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.